അസ്സാലിഹീൻ, സഹവാസം സജ്ജനങ്ങളോട് കൂടെയാണ്. നല്ല മനുഷ്യന്മാരോട് കൂടെ ഇരിക്കുന്നതും, നല്ലവർ പങ്കെടുക്കുന്നിടത്ത് പങ്കെടുക്കുന്നതും, നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നതും നല്ല സ്വഭാവമാണ്, വിജയത്തിന്റെ അടയാളമാണ്. പലപ്പോഴും മൂപ്പരുണ്ടാകാറുള്ളത് സ്വാലിഹീങ്ങളെ കൂടെയല്ലേ. സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയില്, അവരുടെ ദിക്റിന്റെ മജ്‌ലിസില്, അവരുടെ വഅദിന്റെ മജ്‌ലിസില്, അവരുടെ ജമാഅത്തിന്റെ മജ്‌ലിസില്, അവരുടെ സംഗമങ്ങളിൽ സ്വാലിഹീങ്ങളോടൊപ്പമുള്ള സഹവാസം വിജയത്തിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ മോശപ്പെട്ട ആളുകൾ സ്വാലിഹീങ്ങളോടൊപ്പം കൂടിയിട്ട്, അവരോടൊപ്പം കൂടിയിട്ട് നന്നായി പോയി, നല്ല ആളുകളായി മാറിപ്പോയി. എത്ര കള്ളന്മാര്, എത്ര കൊള്ളക്കാര്, എത്ര മദ്യപാനികൾ സ്വാലിഹീങ്ങളോടൊപ്പം വന്ന് താമസിച്ചു, അവരുടെ കൂടെ നടന്നു, അവരുടെ ഉപദേശങ്ങൾ കേട്ടു, ജീവിതം രാവും പകലും മുഴുവനും മാറിപ്പോയി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ ഇന്നക തൻഖുലൽ അഹ്ജാറ മഅൽ അബ്റാരി, മഹത്തുക്കളോടൊപ്പം നീ കല്ല് ചുമക്കുന്നത്, നിന്റെ പണി എന്താണ്? കല്ല് ചുമക്കുന്ന പണിയാണ്. പക്ഷേ നിന്റെ കൂടെയുള്ളവരാരാണ്? നിസ്കാരവും നോമ്പും മറ്റു കർമ്മങ്ങളൊക്കെ ശീലിക്കുന്ന നല്ല ആളുകളാണ്. നല്ലവരോടൊപ്പം നീ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് ഖൈറും മിൻ അൻ തഅകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. വൃത്തികെട്ട ആളുകളോടൊപ്പം പോയിട്ട് നല്ല മധുരപലഹാരം കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വാലിഹീങ്ങളോടൊപ്പം കല്ല് ഏറ്റിക്കൊണ്ട് നടക്കലാണ്. കാരണം സ്വാലിഹീങ്ങളോടൊപ്പം നീ കല്ല് ചുമക്കുമ്പോ ഒപ്പം നീ സ്വാലിഹീങ്ങളോട് കൂടെയല്ലേ. ആ നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു പരിഗണന നിനക്കുണ്ട്. അവരുടെ ചോദ്യത്തിൽ നീയുണ്ട്, അവരുടെ കിട്ടുന്ന ഉത്തരത്തിലും നിന്നെ അള്ളാഹു പരിഗണിക്കും. നല്ലവരോടൊപ്പം നീ കൂടുമ്പോ നിന്നെയും നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു പരിഗണിച്ചു പോയി. അതേ സമയത്ത് നീ മുന്തിയ ലെവലിലാണ് നിന്റെ ജീവിതം, ഹൈ ലെവല് ഭക്ഷണമാണ്. പക്ഷേ നിന്റെ സഹവാസികളോ അവര് വൃത്തികെട്ടവരാണ്, മോശപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് വരാനും ശിക്ഷ വരാനും ഏറെ കാരണമാണ്. സ്വാലിഹീങ്ങളോടൊപ്പം സഹവസിക്കണം. ഏഴാമത്തെ അടയാളം മയ്യകൂന മുതവാളിയൻ ഗൈറ മുതകബ്ബിരിൻ, വിനയത്തോടെ ജീവിക്കുന്നവനാകണം, അഹങ്കാരമില്ലാതെ വിനയത്തോടെ ജീവിക്കുന്നവനാകണം. അതേ, ബഹുമാനിക്കേണ്ടവരെ മുഴുവനും ബഹുമാനിക്കാനുള്ള ഖൽബ്, അതാണ് ഏറ്റവും വലിയ വിനയം. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള മനസ്ഥിതി, അതേറ്റവും വലിയ വിനയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്വഹാബിമാരിലും നോക്കിക്കണ്ട സ്വഭാവമാണ് വിനയത്തോടെയുള്ളവരെ ഖിദ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരായ സ്വഹാബിമാർക്കും ഖിദ്മത്ത് എടുക്കുന്ന എത്രയോ പാവപ്പെട്ട സ്വഹാബിമാരുണ്ട്. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനമാനങ്ങൾ നൽകാനുള്ള കാരണം വിനയാന്വിതരായിട്ടുള്ള ജീവിതം കൊണ്ടാണ്. പാവപ്പെട്ട ഒരു അടിമയായിരുന്നു ലുഖ്മാനുൽ ഹക്കീം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വലിയ ഉയരത്തിലേക്ക് അല്ലാഹു ഉയർത്തിയത് മഹാനവറുകളുടെ വിനയം അതിന്റെ ഒരു കാരണമാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ടൊരു അടിമയാണ്, അവന്റെ ആജ്ഞ അംഗീകരിച്ച് ജീവിക്കേണ്ടവനാണ്. എന്റെ ജീവിതത്തിന് പരിധിയും പരിമിതിയുമുണ്ട്. എന്റെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും അള്ളാഹു പരിധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിച്ച് നിയമങ്ങളൊന്നും പരിഗണിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ തവാളുവോടെ ജീവിക്കുന്ന മനുഷ്യൻ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാണ്, വലിയ ബഹുമാനമുള്ളവനാണ്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഭരണകർത്താവായി നിൽക്കുന്ന സമയത്ത്
ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചുമടേറ്റി കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന് അറിയില്ല സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണെന്ന് അറിയില്ല. നല്ല ആരോഗ്യമുള്ള ഒരാള് എന്നുള്ളവർക്ക് കണ്ടപ്പോ പറഞ്ഞു, ഈ ചുമടൊന്ന് ഏറ്റിയിട്ട് വീട്ടിലെത്തിച്ചേരുമെന്ന് പറഞ്ഞു. പിന്നെന്താ കുഴപ്പം, അതിങ്ങോട്ട് വെച്ചോളൂ, തോളിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു. തോളിലേക്ക് വെച്ചിട്ട് മഹാനവർകൾ തേറ്റി അങ്ങനെ കൊണ്ടുപോകുമ്പോ പരിചയമുള്ള ആളുകൾ എടുത്തെത്തിയപ്പോ ആളുകൾ പറഞ്ഞു, നമ്മളെ അമീർ, നമ്മളെ ഭരണാധികാരി അതാ തോളിൽ എന്തോ ചുമട് കയറ്റി വരുന്നത്, തൊര്യക്കൂലിൽ അമീർ, തൊര്യക്കൂലിൽ അമീർ, എല്ലാരും വഴിമാറിക്കൊടുക്കുക. അപ്പൊ കൂടുള്ള ആള് പേടിച്ചു പോയി, പടച്ചോനെ, ഈ നാടിന്റെ ഭരണാധികാരിയുടെ തോളിലാ ഞാൻ എന്റെ ചുമടെത്തിയത്, ഈ നാടിന്റെ ഭരണാധികാരിയുടെ തോളിലാണോ ഞാൻ എന്റെ ഭാരം ഏറ്റി വെച്ചത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങളത് എന്റെ തോളിലേക്ക് തന്നെ വെക്കൂ. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വീട്ടിലെത്തിച്ചു തരാൻ നിശ്ചയിച്ചു പോയി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞാൻ അമീറാണ് എന്ന് അറിഞ്ഞിട്ടും അറിയാതെ ഒന്നും അല്ലല്ലോ നിങ്ങൾ എന്റെ തോളിലേക്ക് വെച്ചെന്നത്. ഞാൻ അമീറാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ ഈ ചുമട് വാങ്ങിയില്ലേ. എന്തിന്? നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, പ്രായം കൂടുതലുള്ള ആളാണെന്ന് ഏറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളവർക്കല്ലേ സഹായിച്ചത്. അത് ഞാൻ അമീറാകട്ടെ അമീറാകാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എത്ര വലിയ മഹാനാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ആ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് സാധുവായി ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ തവാളു കൊണ്ട് അല്ലാഹു തആല വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിപ്പോയി. കിബർ കൊണ്ട് അല്ലാഹു തആല നല്ല മാന്യതയോടെ ജീവിച്ച ആളായിട്ടും തരം താഴ്ത്തിപ്പോയി അബൂലഹബിനെ. കാരണം അബൂലഹബിന് കിബറായിരുന്നു. ആ കിബർ കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ മറ്റു നേതാക്കളൊന്നും പ്രതികരിക്കാത്ത ഘട്ടത്തിലും അബൂലഹബ് പ്രതികരിച്ചത്. തബ്ബല്ലക ലിഹാദാ ദഅഉതനാ. ആ കിബറിന്റെ സംസാരം കൊണ്ട് അബൂലഹബിന് തകർച്ചയായിരുന്നു. ജീവിക്കാനൊക്കെ ഇഷ്ടം പോലെ ആസ്തിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സുഖജീവിതം കിട്ടിയിട്ടില്ല, കിബർ കൂടിയതുകൊണ്ട്. കിബറിന് അങ്ങനെയാണ്, അയാൾ താഴോട്ട് അങ്ങനെ. മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. കിബർ വേണ്ട. പാവപ്പെട്ട മനുഷ്യന്മാർ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോ അവരെ മനസ്സിന് മുറിവേൽപ്പിക്കരുത്. നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരാണോ അവരെ സഹായിക്കണം. ഇനി ഒന്നിനും കഴിയൂലേ, വാക്കുകൊണ്ടെങ്കിലും സഹായിക്കണം അവരെ. സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയൂലേ, വാക്കുകൊണ്ടെങ്കിലും സഹായിക്കണം. അതൊരു ആശ്വാസമാണ്. വേദനിച്ച് വരുന്ന മനുഷ്യന് ഒരാശ്വാസമാണ് നല്ല വാക്ക് എന്ന് പറഞ്ഞ്. ഒന്നും തരാല്ലെങ്കിൽ അയാൾ നല്ല മനുഷ്യനാട്ടോ, നല്ല മനുഷ്യനാണ്. അയാൾ കുടുങ്ങിയിട്ടാണ്, എന്നാലും നമ്മളെ സന്തോഷിപ്പിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് വിട്ടല്ലോ, അള്ളാഹ് അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ ഒറ്റ ദുആണ്ട് അയാൾക്ക് കിട്ടേണ്ടൊക്കെ കിട്ടും. അതേ സമയത്ത് കിബറനാണ് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങളെ നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ചെറിയൊരു ധനസഹായത്തിന് വേണ്ടി വന്നതാണ്. ആരാ നിങ്ങളോടൊക്കെ ഈ കാര്യം നോക്കാം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അല്ലാഹ്, മൂപ്പരായി ഇരുന്ന ലെവലില് നല്ല കിബറിന്റെ വർത്തമാനമാണ്. അല്ലാഹു തആല അയാൾക്ക് ആ കൊടുത്തത് മുഴുവനും ഒറ്റയടിക്ക് വലിക്കാൻ ഈ ഒറ്റ കിബർ തന്നെ മതി, വേറെ ഒന്നും വേണ്ട. കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ധാരാളം കൊടുത്തിരുന്നത് അങ്ങനെയല്ലേ. കൊടുക്കണ്ട, നമുക്ക് മാത്രം മതിയും തീരുമാനിച്ചപ്പോൾ ഉള്ളതും കൂടി അല്ലാഹു തആല കത്തിച്ചു കളഞ്ഞില്ലേ സഹോദരങ്ങളെ. ഖുർആനല്ലേ നമ്മെ പഠിപ്പിക്കുന്നത് ആ വലിയ ചരിത്രം. ഞാൻ സുദീർഘമായി പറയുന്നില്ല. നല്ല രൂപത്തിൽ വിനയത്തോടുകൂടെ ജീവിക്കണം. അല്ലാഹു തആല